ഹായ്, ഹലോ, ഗുഡ് ഈവനിങ് അല്ല, ഗുഡ് നൈറ്റ് പറയാൻ വന്നതാണ്. സമയം എത്രയായി? 7:45 കേട്ടോ. രാത്രിയായില്ലേ? അപ്പോൾ രാത്രിയായി. നമ്മൾ എത്ര ദിവസമായി കേട്ടിട്ട്. ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ വിശേഷങ്ങളൊന്നും ചോദിക്കാതിരുന്ന് എനിക്ക് കുറച്ച് പനിയൊക്കെ പിടിച്ചിട്ട് നമ്മളൊരു കുഞ്ഞിൻ്റെ പിന്നെ നൂലുകെട്ടിനൊക്കെ പോയി വന്ന് നമുക്ക് ഭയങ്കര പനിയായിപ്പോയി. അപ്പം നമുക്ക് പിന്നെ എൻ്റെ കുട്ടികളെ വിശേഷങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയില്ല. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു, സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ പനിയൊന്നും ആർക്കും പിടിച്ചില്ല എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. പിന്നെ ചൂടുവെള്ളം മാത്രം കഴിക്കാവൂ, പച്ചവെള്ളം തണുത്ത വെള്ളം ഒന്നും കഴിക്കേണ്ട. സ്കൂളിൽ പോകുന്ന കുട്ടികളും കോളേജിൽ പോകുന്ന കുട്ടികളും എൻ്റെ വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ ഇത് പിന്നെ ശ്രദ്ധിക്കണം. ഞാൻ പറയണ്ട, വീട്ടിൽ നിന്ന് അമ്മമാരൊക്കെ പറയുന്ന അറിയാം, എന്നാലും നമ്മൾ പറയണ്ടേ? കുട്ടികളൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറഞ്ഞു തരണം, വലിയവരും പറഞ്ഞു തരണം. എന്നാലും നമ്മൾ കുഞ്ഞുങ്ങൾ ഇച്ചിരിയൊക്കെ കേൾക്കും, എല്ലാവരും ഒന്നും കേൾക്കൂലേ. ഇപ്പോഴും എൻ്റെ കുട്ടി വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെള്ളം വെക്കാറില്ല കേട്ടോ. ഉഷ്ണമായപ്പോൾ ഞാൻ വെച്ചിരുന്നു. കാരണം വെച്ചാൽ നമ്മളെ ഈ കുഞ്ഞുങ്ങൾക്കും ഐസ് വാട്ടർ വേണമായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ചുക്ക് വെള്ളത്തിൻ്റെ അകത്ത് ഐസ് വാട്ടർ ചേർത്താണ് ഞാൻ സിയുന് ഡെക്സൊക്കെ കൊടുത്തിരുന്നത്. അപ്പം നമ്മളെ മക്കളൊന്നും അത് കഴിക്കില്ല, തണുത്ത വെള്ളം നേരിട്ട് തന്നെ കഴിക്കും. ഞാനും അതന്നെ കഴിക്കും. ഭയങ്കര ചൂടല്ലേ, നമുക്ക് ചൂട് താങ്ങാൻ പറ്റിയിരുന്നില്ല അല്ലേ. മഴ പെയ്തു, നമ്മൾ കൂളായി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചൂടുവെള്ളം കഴിക്കണം. ഇളം ചൂടിൽ ഫുഡ് കഴിക്കണം. രാത്രി ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ പിന്നെ കൊണ്ടുപോകുന്ന ഫുഡല്ലേ, അപ്പോൾ അതൊന്നും അത്ര ചൂടുണ്ടാവില്ലാന്ന്. അന്ന് സാരമില്ല, നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഫുഡ് എപ്പോഴും ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇപ്പം എല്ലാവർക്കും പുറത്തത്തെ ഫുഡിനോടാണ് ഇഷ്ടം. എനിക്കും അത് തന്നെയാണ് ഇഷ്ടം, പുറത്തത്തെ ഫുഡ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് കഞ്ഞും അച്ചാറും, എൻ്റെ മേശപ്പുറത്തേ അച്ചാറിരിക്കുക. മാങ്ങൻ്റെ അച്ചാർ, നാരങ്ങൻ്റെ അച്ചാർ ഒരു സുഖമില്ലാന്ന്. അപ്പോൾ ഇന്നത്തെ പച്ചക്കാരൊക്കെ കൊണ്ടുവന്ന് നിൽക്കണം. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അത് സുക്കലിട്ടായിരുന്നു, പക്ഷേ അതൊന്നും ആരും കഴിക്കില്ല. ഉണ്ണേട്ടനൊക്കെ ആകുമ്പോൾ ഉണ്ണേട്ടനും അമ്മായി പച്ചയ്ക്ക് അത് അങ്ങനെ പച്ചയൊന്നല്ല, എന്നാലും അങ്ങനെ കറ കുത്തിക്കൊണ്ട് കഴിച്ചോളൂ. നമ്മൾ പഴുത്തതായാലും പച്ചയായാലും കറക്കൊന്നും കഴിക്കില്ലാന്ന്. അപ്പോൾ പിന്നെ എന്തൊക്കെയാ കുറേ വിശേഷങ്ങൾ പറയാണ്ടില്ലേ നമുക്ക്. എനിക്ക് പനിയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വിശേഷമൊന്നും ചോദിക്കാതിരുന്നത്. പിന്നെ എല്ലാവരും സന്തോഷമൊക്കെ ആയിരുന്നു, എല്ലാവർക്കും സന്തോഷമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എനിക്കെപ്പോഴും ഒരു പിന്നെ സന്തോഷവും അല്ല സങ്കടവും അല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലാണ് ഞാൻ അങ്ങനെ പോകുന്നത്. പിന്നെന്താ, പെട്ടെന്ന് മൗനമായിപ്പോയല്ലോ. അതിനൊരു വഴിയുണ്ട്, മൗനം മാറ്റാനൊരു വഴിയുണ്ട്. ഒന്ന് പോസ് ചെയ്യാൻ. അപ്പം നമ്മളെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് തട്ടിലായിരിക്കാം. ഒന്നിൽ സന്തോഷം, ഒന്നിൽ ഒരു ഇച്ചിരി സങ്കടം. അതങ്ങനെയായിട്ട് ബാലൻസ് ചെയ്ത് പോവാണ്. ഒരുപോലെ സന്തോഷമായാൽ പിന്നെ ആർമാദിച്ചിട്ട് പിന്നെ നമ്മൾ നൃത്തം വെച്ചു. അപ്പോൾ അത് വേണ്ട. അപ്പോൾ നമുക്ക് എന്താ, സന്തോഷമുണ്ട് സങ്കടമുണ്ട്, എല്ലാവരുടെ ലൈഫിലും അതുണ്ടാവും. പക്ഷെ നമുക്ക് സങ്കടം എന്ന് പറയാൻ പറ്റിയ സങ്കടങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഉണ്ടെന്നേ. പിന്നെ ഇന്നലെ നമ്മൾ ഉണ്ണേട്ടൻ വിരുന്ന് വന്നു, ഒരുപാട് പലഹാരമൊക്കെ കൊണ്ടുവന്നു. നമുക്ക് വയ്യാത്ത സമയത്താണ് ഉണ്ണേട്ടൻ വിരുന്ന് വരിക. അപ്പോൾ നമ്മളെ പലഹാരങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും. ഇത് ഉണ്ണേട്ടന് കഴിക്കുക, മധുരമുണ്ട്. എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇപ്പം കൊണ്ടുവന്നെങ്കിൽ ഇപ്പം എനിക്കിതൊന്നും ഇഷ്ടമില്ലാന്ന്. പരിപ്പ് കടല, ഇത് നിലക്കടല മോന് ഇഷ്ടമാണ്. പിന്നെ ബിസ്ക്കറ്റ്, മഞ്ഞ മിക്സർ, ഇതിനൊന്നും ചിലവില്ല. ഞാൻ തിന്നണ സമയമാകുമ്പോൾ ഞാനങ്ങനെ തിന്നുകൊണ്ടേക്കും. എന്നെ കണ്ടിട്ട് നിങ്ങൾക്കൊരു വയ്യായി തോന്നുന്നുണ്ടാവില്ല. എനിക്ക് വയ്യൊക്കെ മാറി നമ്മൾ നന്നായിട്ട് ക്ഷീണമല്ലേന്ന് വിചാരിച്ചിട്ട് കഞ്ഞി കഴിച്ചു കൊടുക്കണ്ട. കഞ്ഞി വെച്ചാൽ സൂപ്പറാ. പിന്നെ വേറെ ഒന്നിനും രസമില്ല. ഇന്നലെ ഞാൻ എന്താ പറയുക കഴിച്ചത്, ഉച്ചയ്ക്ക് കഞ്ഞി കഴിച്ച് രാത്രി ആയപ്പോഴേക്ക് ചോറ് തിന്നണമെന്ന് തോന്നി. അപ്പം ഇന്നലെ പരിപ്പും ചക്കക്കുരും ഇങ്ങനെ പപ്പ വിളിക്കുന്നു, ഉണ്ണേട്ട വിളിക്കുന്നു. എന്താ വേണ്ടേ സാത്രത്തിൽ നിന്ന്? എന്താ വേണ്ടേ? ഇറങ്ങിപ്പോയി അമ്മേ. നമുക്ക് എന്താ വേണ്ടേ? ഇന്നൊന്നും വേണ്ടാന്ന്. അപ്പം നമ്മൾ ഫോൺ എടുക്കണം. ഞാൻ ഫോൺ എടുക്കാണ്ടൊക്കെ കാത്തൊക്കെ ഉപ്പര് ഒന്നും വേണ്ട ഉണ്ണേട്ടാ, ഞാൻ വീഡിയോ ചെയ്യാം, കട്ടാക്കി. ഓ ഇനി ആയിട്ട് ഉണ്ണേട്ടങ്ങൾ എന്താ വിളിക്കാതെ വന്നേ?
നമ്മളെ ഫോണിന് ഒരു ചാഞ്ചാട്ടം. അപ്പം ഫോൺ എടുത്തിട്ടുണ്ടെങ്കിലും ഭയങ്കര സന്തോഷമാണ്. ഞാനൊരു സാധനത്തിനും പറയില്ലല്ലോ. അപ്പം നമ്മൾ ജിമ്മ് കഴിഞ്ഞ് വന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ വരുമ്പോൾ ആ കുട്ടി വരാം. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ ആ സമയം നോക്കി ആ വീഡിയോ ചെയ്യാൻ തോന്നുന്നത്. അപ്പം നമ്മളെ പിന്നെ ഫോണിനൊരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വീഡിയോ നിർത്തട്ടെ. പിന്നെ കിലുങ്ങുന്ന ചിരിയിൽ മുഴുവർണ്ണ പീലികൾ, നനവുള്ള മിഴികൾ, പിന്നെന്തേരി അതിലോലലോലം അത് വലയടിവാരം അതിലൊരു പുതിയ പറയാ എൻ്റെ കുട്ടി ഉറങ്ങി ഉറങ്ങി. എൻ്റെ മോനുള്ള ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ചപ്പാത്തി. മോനൊറ്റയ്ക്കുള്ളല്ല കേട്ടോ, അച്ഛനും കൂടി ഉള്ളതാ. അച്ഛന് ചിക്കനൊന്നും വേണ്ട. ഇനി ആൻറ്റീനോടൊപ്പം അതിനെ കൊണ്ട് ചിക്കൻ വെച്ചതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ചപ്പാത്തി അതാ. അപ്പം നമ്മളിന്നും ഇതേമാതിരി തന്നെ ചോറെടുത്ത് ഇത് പറയാൻ വന്നതേനി ഞാൻ. അപ്പോഴേക്കും മോൻ വന്നു. ഇതാ പപ്പടം ചുട്ട്, ഇത് കണ്ടോ, ഉള്ളി, വെളിച്ചെണ്ണ, പുളി, ഉപ്പ്, ഇതെല്ലാം കൂടി ഒന്ന് ഞരണ്ടും ഇങ്ങനെ ഞെമുണ്ടും എന്നിട്ട് ഉടയ്ക്കും. അപ്പം സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാം കഴിച്ച് നമ്മൾ എന്തായാലും നൈറ്റിൽ ചോറ് വേണം തോന്നി ഉച്ചയ്ക്ക് കഞ്ഞി കുടിച്ച്. അപ്പം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഉപ്പൊക്കെ ആണ്, ഉപ്പ്, പുളി, പിന്നെ ഉള്ളി, മുളക് പൊടി, ഇതെല്ലാം കൂടി അങ്ങോട്ട് കുഴച്ച് പപ്പടം ചുട്ടതും ചിക്കൻ കറിയാ. എന്തിനാണ് അങ്ങനെ പറയണത്? അപ്പൊ നമ്മള് മുളകും ഉള്ളിയും പിന്നെ ഉള്ളിയും ഉപ്പും വെളിച്ചെണ്ണ എല്ലാം കൂടി കുഴക്കുക. നല്ല സൂപ്പർ. ഇന്നലെ ഞാൻ തിന്നിട്ടോ, എന്തും പറയണ്ട. ചിക്കൻ കറി, മട്ടൻ കറി ഒക്കെ അങ്ങോട്ട്. പപ്പടം ചുട്ടതും മുളകും പൊളിയും ചാലിച്ച ചോറും. ഇന്നലെ എൻ്റെ മോൻ വരുമ്പോൾ ഞാൻ ജിമ്മിന്ന് കഴിച്ചിട്ടോ. ജിമ്മിൽ ഓൻ പോയി വരുമ്പോഴത്തേനും ഞാൻ കഴിച്ചിട്ടോ. അപ്പം ഞാൻ എൻ്റെ മോനൊരു പിടി കൊടുത്താൽ ഇഷ്ടാവേല്. ഓന് ഞാൻ എന്ത് കുന്ത്രാണ്ട കണ്ടിട്ട് ഞാൻ കഴിക്കുമ്പോൾ ഒരു പിടി കൊടുത്തവനാണ് ഇഷ്ടം. ഇന്നത്തെ രസം ഒരു രക്ഷയില്ല, സൂപ്പർ. അപ്പം നമ്മൾ ഇതിങ്ങനെ കിട്ടും. പപ്പടം അങ്ങോട്ട് പൊട്ടിക്ക് പറഞ്ഞു വേടാ, വെറുതെ ഇല്ലാതെ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ നിറഞ്ഞുപോയി. അപ്പോൾ ഞാൻ അതൊക്കെ ഡിലീറ്റ് ആക്കിയതിന് അതൊക്കെ പപ്പടവും ഒക്കെ തണിഞ്ഞുപോയി. സൂപ്പർ. അവർ പിടി വേണം. അപ്പോൾ അവന് വേണമെന്നുണ്ട്. അവൻ ആ ചിക്കൻ ചപ്പാത്തിയൊക്കെ ഉണ്ട്, എന്നാലും അവന് ഇതൊരു പിടി വേണം ഉണ്ട്. എന്താടാ ഗൈസ്, എൻ്റെ മോൻ തിന്നാൻ പോട്ടെ. എങ്ങനെ? സൂപ്പറാ. ഇതൊരു സൂപ്പറല്ലേ, എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് നമ്മളെ കാന്താരി ചമ്മന്തി കൂടിയാണ്, സൂപ്പറായിരിക്കും. ഇന്നത്തെ ഇതിലും സൂപ്പർ തന്നെയാണ്, രസമുണ്ട്, സൂപ്പർ. അപ്പൊ നമ്മള് ഇതെല്ലാം തിന്ന് പപ്പടൊക്കെ കൂട്ടി കുഴച്ച് വെച്ചിട്ട് ഈ മഴക്കാലത്ത് പനി വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ
ചോറ് തിന്നാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്തിരി കുഞ്ഞുള്ളിയും മുളക് പൊടി ഉപ്പും പൊടിയും വാളംപുളിയും കൂട്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഞെണ്ടണം, ഒരു പുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ തിന്ന് നോക്കിയാൽ നമുക്ക് ഒരു കയ്പ്പില്ല പുളിപ്പില്ല, നമ്മളെ വായക്കൊക്കെ രുചിക്കുറവ് ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. ഇത്തിരി ചോദിച്ചിട്ടുള്ളൂ, ഒരു പിടി കൂടി വേണോ വെച്ചാൽ അറിയാലോ. വേണ്ട ഇതിൻ്റെ പപ്പട മറന്നു പോലെ തണിഞ്ഞോയപ്പോൾ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ആക്കിയതിൻ്റെ ഉള്ളിൽ ഫാന് പറപ്പിച്ച് പപ്പടം തണിഞ്ഞു. അപ്പോൾ നമ്മൾ വീഡിയോ എൻ്റെ ചേട്ടൻ്റെ മോൻ ഫുഡ് കഴിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ വിളിച്ചറിയിപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പം ടാറ്റോ ലവ് യു ഉമ്മ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അപ്പോൾ ശുഭരാത്രി, ഗുഡ് നൈറ്റ്.